മേഖലകളിൽ ദൈവിക ജീവൻ വ്യാപരിക്കട്ടെ. ആശാസിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും കുടുംബമായി ഹൈദരാബാദിൻ്റെ ദേശത്ത് ദൈവം ശുശ്രൂഷയിൽ നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ ദൈവം ശക്തമായി ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അടുത്തത് ഞാൻ ബെനിറ്റോ സിസ്റ്ററിലേക്ക് പോവുകയാണ്. ബെനിറ്റോ സിസ്റ്റർ വാസ്പന്റെ വൈഫാണ്. ഞാനൊരു മെസ്സേജ് ഇട്ടായിരുന്നു. ആതിര സിസ്റ്റർ ആണോ? അതെ അതെ. ഓക്കെ, അടുത്തത് നമ്മുടെ 5 minutes തോട്ട് ഷെയറിംഗ് ആണ്. ആതിര സിസ്റ്ററാണ് സംസാരിക്കുന്നത്. ആതിര സിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ IPC മുണ്ടുകോട്ടയ്ക്കൽ ചർച്ചിലെ ദേവദാസൻ പാസ്റ്റർ ഷിബു പാസ്റ്റർ അല്ലേ? കറക്റ്റ് അല്ലേ? ഷിബു പാസ്റ്ററിന് ഭാര്യയാണ്, ദേവദാസയാണ്. അടുത്ത സമയം ആതിര സിസ്റ്റർ ആയിരിക്കും നമ്മളോട് 5 minute തോട്ട് ഷെയറിങ്. സിസ്റ്ററിനെ ഈ മീറ്റിങ്ങിലേക്ക് ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഈ സമയം ഇപ്രകാരം മീറ്റിങ്ങിലെ കടന്നു ഇരിപ്പാൻ ദൈവം സഹായിച്ച കൃപകൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തില് സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം എനിക്ക് ഇപ്രകാരം ഒരു അവസരം നൽകിയതിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ എന്റെ പേര് ആതിര എന്നാണ്. ഞങ്ങൾ പത്തനംതിട്ട സെന്ററിലെ ഒരു ചർച്ചിലെ ശുശ്രൂഷയുടെ ബന്ധത്തിലായിരിക്കുന്നു. കഴിഞ്ഞ 13 വർഷം തിരുവനന്തപുരത്തിൻ്റെതായ വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ ഞങ്ങളെ കുടുംബമായിട്ട് ദൈവം സഹായിച്ചു. കർത്താവിന്റെ എല്ലാ നല്ല കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവം നൽകിയ പല അനുഭവങ്ങളും ഞങ്ങളെ ദൈവത്തോട് കൂടുതലായിട്ട് അടുപ്പിക്കുന്നതിന് കാരണമാക്കിയ പല അനുഭവങ്ങളും ജീവിതത്തിലുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടതെന്ന് നമുക്ക് ആ വചനത്തിൽ ഇവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നു. നമുക്കറിയാം പൗലോസിന്റെ വാക്കുകളാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ആ വാചകങ്ങൾ. പൗലോസ് കാരാഗൃഹത്തിലായിരുന്ന സമയത്ത് ഒരിക്കലും ഒരു സന്തോഷിക്കുവാനുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ വിചാരപ്പെടാതിരിക്കാനുള്ള സാഹചര്യങ്ങളോ ആകുലപ്പെടാതിരിക്കാനുള്ള സാഹചര്യങ്ങളോ അല്ല. എന്നാലും അവിടെ പൗലോസ് പറയുന്ന വാക്കുകൾ: ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടതെന്നാണ്. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് ആകുലപ്പെടേണ്ടതായ അനുഭവങ്ങൾ കടന്നു വന്നു. എൻ്റെ മാതാവിന് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് അറിയാനിടയായി തീർന്നത്. എന്നാൽ ആ രോഗത്തിന്റെ അവസ്ഥ ഞങ്ങൾ അറിഞ്ഞ സമയത്ത് പല ആകുല ചിന്തകളും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോരാനിടയായി തീർന്നു. എന്നാൽ ഈ രോഗത്തിൻ്റെതായ സാഹചര്യം അറിഞ്ഞ സമയത്ത് ദൈവം എന്നോട് സംസാരിച്ചൊരു വാക്കാണ്: ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. എന്റെ മാതാവിനെയും കൂടെ ഹോസ്പിറ്റലിൽ പോകുന്ന യാത്രയിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഒരു വാക്കാണ്: ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പല ചിന്താകുലങ്ങളും ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ദൈവത്തിന്റെ ആ വാക്ക് എന്നെ ധൈര്യപ്പെടുത്തുവാനിടയായിത്തീർന്നു. ഞങ്ങൾ ഫെബ്രുവരി തുടങ്ങിയ ട്രീറ്റ്മെന്റ് അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പല സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റുകളും മറ്റു പല കാര്യങ്ങളും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പലതും നടന്നപ്പോഴും പല ചിന്തകൾ കടന്നു വന്നു. സുവിശേഷ വേലയിലായിരിക്കുന്നവർക്ക് അറിയാം, നമ്മുടെ ഭവനത്തിനകത്ത് എന്തെങ്കിലും ടെൻഷനുള്ള അനുഭവങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ശുശ്രൂഷയുടെ മേഖലയിൽ അത്രത്തോളം നമുക്ക് ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയോട് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് ശുശ്രൂഷിപ്പാനോ അല്ലെങ്കിൽ പ്രാർത്ഥിപ്പാനോ ഒന്നും കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. എന്നാൽ ദൈവം ആ സ്ഥാനത്തും ഓരോ വചനങ്ങൾ നൽകി ധൈര്യപ്പെടുത്തി. ഇപ്പോൾ വായിച്ചതുപോലെ തന്നെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടതെന്നുള്ള വാക്കുകൾ പോലെ തന്നെ ഈ ഓരോ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കടന്നു പോകുമ്പോഴും പല ചിന്തകളും കടന്നു വരുമ്പോഴും ദൈവം ആ സാഹചര്യത്തിലെല്ലാം പിറുപിറുപ്പ് കൂടാതെ നിരാശ കൂടാതെ ആ സാഹചര്യങ്ങളെല്ലാം കർത്താവ് നിലനിർത്തി. എന്നാൽ പലരും പലതും ചിന്തിക്കുന്ന അല്ലെങ്കിൽ പലതും കേൾക്കേണ്ടതായ അനുഭവങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ശുശ്രൂഷയുടെ മേഖലയിലായിരുന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെയുള്ള പല ചിന്തകളും
ഞങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും അതൊന്നും സാരമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം സൗഖ്യമാക്കുന്ന യഹോവയാണ്. ആ ഒരു വാക്ക് തന്ന് ഉറപ്പിച്ച കർത്താവിന്റെ സന്നിധിയിൽ അനുനിമിഷവും ആ ഒരു പ്രത്യാശയോട് തന്നെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. അടിയന്റെ മാതാവിന് കീമോ കഴിഞ്ഞു, സർജറി കഴിഞ്ഞു, റേഡിയേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഹോർമോണിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. നാളെയും ഇൻജെക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. ഞങ്ങളുടെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. മാതാവിന് രോഗമാണെന്ന് അറിഞ്ഞിട്ട് പോലും മാനസികമായിട്ട് യാതൊരു പ്രയാസങ്ങളോ കൂടാതെ ഉടനെ തന്നെ വിശ്വാസത്തിൽ ധൈര്യത്തോടെ ഉറപ്പോടെ ഇരിപ്പാൻ മാതാവിന് ദൈവം സഹായിച്ച് കൃപ കൊടുത്തു. ദൈവത്തിൻ്റെതായ വചനത്തിൽ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ തന്നെ ആകുലതകൾ മാറ്റി രോഗത്തെ കുറിച്ചുള്ള ഭയമോ അല്ലെങ്കിൽ മരണഭയമോ ഒന്നുമില്ലാതെ ഒരു ആവലാതിയും കൂടാതെ സ്വൈര്യമായിട്ടും സ്വസ്ഥതയോടും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ മാതാവിനെ ദൈവം സഹായിച്ചു. തുടർന്നും ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. എന്റെ മാതാവിന്റെ സൗഖ്യത്തിനായിട്ടും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകിയ പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ എത്ര തന്നെ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ സന്തോഷിപ്പാൻ കഴിയുക എന്നുള്ളത് ഒരു ശ്രേഷ്ഠകരമായ അനുഭവമാണ്. ആ ഒരു അവസ്ഥയിൽ കൂടി ഞങ്ങളെ കുടുംബമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ മാതാവിനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കേൾപ്പിച്ച നല്ല വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്വതന്ത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. അത് സസ്രോടുള്ള നന്ദി ക്രൈസ്റ്റ് ഫെലോഷിപ്പിന്റെ പേരിൽ അറിയിക്കുന്നു. വീണ്ടും ദൈവം നിങ്ങളെ കുടുംബമായി, ദൈവദാസനെയും ദൈവദാസിയെയും മക്കളെയും കുടുംബമായി സുവിശേഷ വേലയിൽ ദൈവത്തിൻ്റെ വയലിൽ അധ്വാനിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കപ്പെടുമാറാകട്ടെ. വരും ദിവസങ്ങൾ അനേകരെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ദൈവം നിങ്ങളെ സഹായിക്കപ്പെടുമാറാകട്ടെ. തീർച്ചയായിട്ടും ദേവദാസി പറഞ്ഞ പ്രിയ മാതാവിന് വേണ്ടി നമ്മളിന്ന് മധ്യസ്ഥ പ്രാർത്ഥന സമയത്ത് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടുന്ന ചില വാക്കുകളാണ് ദേവദാസി പറഞ്ഞത്. ഹല്ലേലൂയ. നമുക്ക് നമ്മളെ തന്നെ ചോദിക്കാം, നമ്മളോട് തന്നെ ചിന്തിക്കാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെ ഹിതം എന്താണ്? ഹല്ലേലൂയ. പിറുവിറുപ്പ് കൂടാതെ ഹല്ലേലൂയ വരും ദിവസങ്ങൾ ഓരോ ദിവസവും നടത്താൻ ദൈവശക്തനാണ്. നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം ഓരോ നിമിഷവും നടത്താൻ ദൈവശക്തനാണ്. നമ്മളിന്ന് കേട്ടതുപോലെ തന്നെ നമ്മുടെ തലയിലെ എല്ലാ രോമങ്ങളും എണ്ണപ്പെട്ടിരിക്കുന്നു, ഒന്നുപോലും കുറയാതെ. ഹല്ലേലൂയ. അങ്ങനെ എണ്ണാൻ കഴിയുന്ന ഒരു ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഇന്നു വരെ നമുക്ക് കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവൻ നമ്മുടെ ആ കാര്യങ്ങളിൽ വരെ ദൈവത്തിന് വളരെ വ്യക്തതയുണ്ടെങ്കിൽ എല്ലാ വിഷയത്തിലും ദൈവത്തിന് വളരെ വ്യക്തതയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഹൃദയം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കപ്പെടുമാറാകട്ടെ. അടുത്തത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. ജെയിൻ ബ്രദർ ആയിരിക്കും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്. ഹല്ലേലൂയ. അതുപോലെ ജെയിൻ ബ്രദർ അറിയായിരിക്കും, എല്ലാവർക്കും അറിയാം. ഒന്നുകൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. IPC ചർച്ച് പത്തനംതിട്ട